നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മദീന മുനവ്വറയിലേക്ക് കയറി വരുന്ന രംഗം കാണുന്നത് ഒരു ജൂതനായ പണ്ഡിതനാണ്. അയാൾക്ക് മനസ്സിലായ വരുന്നത് റസൂലുള്ളയാണ്. എങ്ങനെ തിരിഞ്ഞു? ഹിജ്റയെക്കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലിലുമുണ്ട്. ആ വരുന്ന സ്വഭാവം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, അയാൾക്ക് മനസ്സിലായി മുഹമ്മദാണത്. ഉടനെ അയാൾ വിളിച്ചു പറഞ്ഞു മദീനക്കാരോട്, മദീനക്കാരെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മുഹമ്മദ് ദാ വരുന്നു. മുഹമ്മദിന്റെ ഏറ്റവും അടുത്ത അനുയായിയുമാണ് കൂടെ. ഇതങ്ങ് കേട്ടപ്പോൾ നിങ്ങൾ ചിന്തിക്കടേ, മദീന മുനവ്വറയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് കേട്ടപ്പോ മദീനക്കാർ തടിച്ചുകൂടി. ഓടിക്കൂടിയിട്ട് രണ്ട് സഫായി അവർ അണിയായിരുന്നു. എന്നിട്ടോ തലഅൽ ബദറു അലൈനാ മിൻ തനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ അദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബൂതു ഫീനാ ജിത ബിൽ അംറിൽ മുതാഇ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ മദീനക്കാർ അണിയണിയായി നിന്ന് ഗാനം ആലപിച്ചുകൊണ്ട് സ്വീകരിക്കുന്നത്. മിസ്അബ് എന്നവരുടെ കൂട്ടത്തിൽ അവർക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ പരിചയപ്പെടുത്തിയത് മിസ്അബാൻ റളിയല്ലാഹു അൻഹു, വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തിയത് മിസ്അബാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടപാട് മദീനക്കാർ റസൂലുള്ളാഹിനോട് ഓരോരുത്തരും പറയാൻ തുടങ്ങി, ഹബീബായ നബിയേ, എന്റെ വീട്ടിൽ താമസിക്കൂ യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിൽ താമസിക്കൂ യാ റസൂലല്ലാഹ്. ഓരോരുത്തരും പറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് സ്നേഹം കൊണ്ട് വിഷമിച്ചുപോയി. മക്കയിൽ ഈ ഹബീബിനെ കൊല്ലാൻ വാളുമായി നടക്കുന്ന ശത്രുക്കൾക്കിടയിലാണ് അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചത്. നിങ്ങൾ ആലോചിക്കണേ, എന്നാൽ മദീന മുനവ്വറയിൽ ഈ ഹബീബിന് ഹൃദയം പോലും പറിച്ചു കൊടുക്കാൻ സന്നദ്ധരായ സ്വഹാബികളെ യാ റസൂലുള്ളാഹ് കാണുന്നത്. മദീനക്കാരെ, ആരാണ് ഈ പരുവത്തിലേക്ക് അവരെ മാറ്റിയെടുത്തത്? മിസ്അബാ മുഖരിഉ മദീനത്തി റസൂലില്ലാഹ്. മനസ്സിലാക്കേണ്ട കാര്യതാണ്, ഏതൊരു സമൂഹത്തിലും റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് കൊണ്ടല്ലാതെ ഈമാൻ ഉണ്ടാവില്ല. റസൂലുള്ളാഹിന്റെ ഹുബ്ബ് കൊണ്ടല്ലാതെ ഈമാൻ ഉണ്ടാവില്ല. പുണ്യ നബിയെ ചീത്ത പറഞ്ഞിട്ട് ഖൗമിൽ ഈമാൻ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ആരാനോട് പറഞ്ഞ്? അല്ലാഹുവിന്റെ ഹബീബിനെ ചീത്ത പറഞ്ഞൊരു ഖൗമിൽ ഈമാൻ ഉണ്ടാക്കാൻ കഴിയില്ല. മിസ്അബ് റളിയല്ലാഹു അൻഹു എന്നെ മക്കയിൽ നിന്ന് മദീന മുനവ്വറയിലേക്ക് അല്ലാഹു കൊണ്ടുപോകുന്നു ഹബീബിനെ. അവിടെ എല്ലാ മനസ്സും റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞു, നബിയേ, എന്റെ അടുത്ത് താമസിക്കൂ യാ റസൂലല്ലാഹ്. ചെറ്റക്കുടിലിന്റെ ഉടമകൾ പോലും ഉണ്ട് ആ കൂട്ടത്തിൽ. വലിയ വലിയ വീടിന്റെ ഉടമസ്ഥരുണ്ട്. ചെറ്റക്കുടിലിന്റെ ഉടമസ്ഥർ പോലും വന്നിട്ട് പറഞ്ഞു, ഹബീബായ നബിയേ, അങ്ങ് എന്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് വല്ലാത്ത സന്തോഷമാകുമായിരുന്നു. പുണ്യനബി അവരോട് പറഞ്ഞു, ഒട്ടകത്തെ നിങ്ങൾ അതിന്റെ വഴിക്ക് വിടുക. ഞാൻ എവിടെയാണ് ഇറങ്ങി താമസിക്കേണ്ടതെന്ന കൽപ്പന ഒട്ടകത്തിനുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ താമസിച്ചത് ഒട്ടകം മുട്ടുകുത്തിയെടുത്തുണ്ടായിരുന്ന വീട്ടിലാണ്. മഹാനായ പുണ്യനബി അവിടെ താമസിക്കുമ്പോഴാണല്ലോ മദീന മുനവ്വറയിലെ ആദ്യത്തെ പള്ളിയായ മസ്ജിദ് ഖുബാ റസൂലുള്ളാഹി നിർമ്മിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ റസൂലുള്ളാഹി ഇപ്പൊ മദീന മുനവ്വറയിലുള്ള മസ്ജിദുൻ നബവി, ലോകത്തെ 2ാം സ്ഥാനത്തുള്ള പള്ളിയാണല്ലോ മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവിയുള്ള സ്ഥാനത്ത് റസൂലുള്ളാഹി പള്ളി നിർമ്മിച്ചു. അതിന്റെ ചുറ്റുഭാഗത്തുമായി തന്റെ വീടുകളും നിർമ്മിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് അങ്ങോട്ട് താമസം മാറ്റി. വിശുദ്ധമായ മദീന മുനവ്വറയിൽ ഇസ്ലാം വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവിയാണ് അതിന്റെ കേന്ദ്രമായി വർദ്ധിക്കുന്നത്. മദീനയിൽ ഇസ്ലാം തഴച്ചു വളരുന്നുണ്ട് എന്ന വിവരം മക്കക്കാർ അറിയാനിടയായപ്പോൾ അവർ തീരുമാനിച്ചു, മുഹമ്മദ് മദീനയിൽ വളർന്നാൽ അപകടമാണ്. മദീനയിൽ മുഹമ്മദ് വളർന്നാൽ അവിടെയുള്ള എല്ലാ തന്റെ അനുയായികളെയും കൂട്ടി വന്ന് മക്കയെ നമ്മെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ഒരു കാര്യം തീരുമാനിച്ചു. മക്കക്കാർ ഇവർ വിട്ടേച്ചു പോയ സ്വത്തെടുത്ത് കച്ചവടം ചെയ്ത ആ കച്ചവടം കൊണ്ട് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയ ആയുധങ്ങൾ കൊണ്ട് മുഹമ്മദിന്റെ ശക്തി ക്ഷയിപ്പിച്ചു കളയണം. മദീന മുനവ്വറയിൽ നിന്ന് മുഹമ്മദിനെ തുരത്തണം. ഇതായിരുന്നവരുടെ തീരുമാനം. ആ തീരുമാനമെടുത്ത് അവർ കച്ചവടത്തിനായി പോകുമ്പോഴാണല്ലോ, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ കച്ചവടത്തിനായി പോകുമ്പോഴാണല്ലോ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ പിടിച്ചു വെച്ചു. റസൂലുള്ളാഹിന്റെയും സ്വഹാബികളുടെയും സ്വത്ത് അവരിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ തീരുമാനിച്ചത്. നമ്മുടെ സ്വത്തെടുത്ത് കച്ചവടം ചെയ്ത് അതിന്റെ ലാഭം കൊണ്ട് നമ്മെ തന്നെ തിരിച്ചടിക്കുന്ന അവസ്ഥ ഉണ്ടാവണ്ട. അങ്ങനെയാണല്ലോ ബദർ ഉണ്ടാകുന്നത്. ബദർ നമ്മളൊരു കൊല്ലം ഇവിടെ ചർച്ച ചെയ്തതാണ്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ബദർ യുദ്ധമുണ്ടായി. 313ഓളം വരുന്ന സ്വഹാബികളാണല്ലോ യുദ്ധം ചെയ്തത്. 900-ലധികം വരുന്ന ശത്രുക്കളോട് 313 പോരാടി ആയുധങ്ങളില്ല, യുദ്ധത്തിനല്ല സത്യവർ പോയത്. യുദ്ധമായി പരിണമിക്കുകയായിരുന്നു. ഏതായാലും ശക്തമായ ഘോരമായ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും വിജയിച്ചു. 900ഓളം വരുന്ന ശത്രുക്കളിൽ പ്രമുഖരായ പലരും കൊല്ലപ്പെട്ടു. എന്തിനേറെ അബൂജഹൽ പോലും വധിക്കപ്പെട്ടല്ലോ ബദർ യുദ്ധത്തിൽ. 70ഓളം ആളുകൾ കൊല്ലപ്പെട്ടു ശത്രുപക്ഷത്ത്. മാത്രമല്ല 70ഓളം പ്രമുഖരായ ആളുകൾ ബന്ധനസ്ഥരാക്കപ്പെടുകയും ചെയ്തു. മക്കയിൽ നിന്ന് പുണ്യനബിയെ അടിച്ചമർത്താൻ വന്ന അറേബ്യക്കാരായ മക്കക്കാരായിരുന്ന ആളുകൾ ഇളിഭ്യരായി തിരിച്ചുപോയി. ലോകത്തിനു മുമ്പിൽ അവരുടെ മാനം കെട്ടു. ഇതവരിൽ വല്ലാത്ത പ്രയാസമുണ്ടാക്കി. മക്കയിൽ തിരിച്ചു വന്ന അവർ ദിവസങ്ങളോളം പൊട്ടിക്കരഞ്ഞു. അവർക്ക് സംഭവിച്ച പരാജയത്തിൽ പൊട്ടിക്കരഞ്ഞു. പക്ഷേ ഈ പരാജയം അവരെ അടങ്ങിയിരിക്കാനില്ല, അവരെ പ്രേരിപ്പിച്ചത് മറിച്ചോ അവർക്ക് വീണ്ടും റസൂലുള്ളാഹിനോടുള്ള സ്നേഹം, റസൂലുള്ളാഹിനോടുള്ള വിദ്വേഷം ശതഗുണീഭവിക്കാനേ കാരണമായുള്ളൂ. അവർ തീരുമാനിച്ചു, ഈ യുദ്ധത്തോടുകൂടെ ഞങ്ങൾ യുദ്ധം നിർത്തില്ല, അധികം വൈകാതെ ഒരു യുദ്ധം കൂടെ മുഹമ്മദിനോട് ഞങ്ങൾ നടത്തും. ആ യുദ്ധത്തിൽ മുഹമ്മദിനെ ഞങ്ങൾ തറ പറ്റിക്കുമെന്നവർ തീരുമാനിച്ചു. അങ്ങനെ അതാ അബൂ സുഫിയാനെ ചെന്നു കണ്ടവർ അബൂ സുഫിയാനോട് പറഞ്ഞു, കച്ചവടത്തിൽ കിട്ടുന്ന ഞങ്ങളുടെ കച്ചവടത്തിന്റെ ലാഭമില്ലേ, ആ ലാഭമെല്ലാം ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ ഉപയോഗിക്കണം. ചില ആളുകൾ പറഞ്ഞു, എന്റെ വാപ്പ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മുഹമ്മദിനോട് പകരം വീട്ടണം. വേറെ ചില ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ ചില പെണ്ണുങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ മുഹമ്മദിന്റെ ആളുകൾ ബദറിൽ കൊന്നുകളഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മുഹമ്മദിനോട് പകരം വീട്ടണം. ഹിന്ദു വന്നിട്ട് പറഞ്ഞു, ഹിന്ദു അബൂ സുഫിയാന്റെ ഭാര്യയാണല്ലോ, ഹിന്ദു തീരുമാനിച്ചു തന്റെ കുടുംബക്കാരിൽ പല ആളുകളെയും കൊന്നുകളഞ്ഞത് ഹംസയാണ് ബദർ യുദ്ധത്തിൽ, ഇതുകൊണ്ട് ഹംസയെ വകവരുത്തുന്നൊരു യുദ്ധം നടത്തണം. ആയുധ ശേഖരം നടത്തിയവർ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി. തൊട്ടടുത്ത വർഷം തന്നെ അതാ മക്കയിൽ നിന്ന് മദീന മുനവ്വറയിലേക്ക് അവർ പോവുകയാണെന്തിന്, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളെയും മദീനയിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവരമറിഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബികളെ വിവരമറിയിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്വഹാബാ, ബദർ യുദ്ധത്തിൽ തോറ്റതിന്റെ വിദ്വേഷം അവർക്ക് തീർന്നില്ല, അത് ശതഗുണീഭവിച്ചിരിക്കുകയാണ്. നമ്മെ നിഷ്കാസനം ചെയ്യാൻ മക്കയിൽ നിന്ന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ശത്രുക്കൾ തടിച്ചുകൂടുന്നുണ്ട്. സ്വഹാബ, അവരിതാ മദീനയുടെ പരിധിയിലെത്തിയിരിക്കുകയാണ്, ഉഹദിലെത്തിയിരിക്കുകയാണ്. സ്വഹാബ, നമ്മൾ എന്തു ചെയ്യണം? സ്വഹാബ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബികളോട് മശ്വറ നടത്തുകയാണ്. മഹാനമഹാരായ സ്വഹാബികൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, അവരോട് യുദ്ധം ചെയ്യുക തന്നെയാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, അവരിങ്ങോട്ടെത്തുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്തവരെ പരാജയപ്പെടുത്തണം നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബാ, എന്റെ അഭിപ്രായം അവർ മദീനയിലേക്ക് ഇരച്ചു കയറുകയാണെങ്കിൽ പ്രതിരോധിച്ചാൽ മതി സ്വഹാബ, അതാണ് എന്റെ അഭിപ്രായം. സ്വഹാബികൾ പറഞ്ഞു, ഇപ്പൊ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത വേദനയുള്ള ചില സ്വഹാബികൾ ഉണ്ടായിരുന്നു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സ്വഹാബികൾ കരഞ്ഞു കഴിയുകയായിരുന്നു. അവർ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, അവരിതാ ഉഹദിൽ എത്തി നിൽക്കുന്നില്ലേ നബിയേ, പിന്നെ എന്തിനാ നമ്മൾ കാത്തു നിൽക്കുന്നത്? അതുകൊണ്ട് അവരെ നമ്മളെ പരാജയപ്പെടുത്താൻ, നിഷ്കാസനം ചെയ്യാൻ 400 കിലോമീറ്ററിലധികം കടന്നു വന്ന മക്കക്കാരെ അവരെ അല്ലാഹുവിന്റെ ഹബീബെ ചെറുത്തു തോൽപ്പിക്കണം. അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനക്കാരായ സ്വഹാബികളുടെ അഭിപ്രായ പ്രകാരം അതാ യുദ്ധത്തിനായി തയ്യാറാവുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന സംഘം അതാ ഉഹദിലേക്ക് പുറപ്പെടുകയാണ്. ചിന്തിക്കണോട്ടോ നിങ്ങളിവിടെ, ഇസ്ലാം ആളുകൊണ്ട് പ്രചരിച്ച മതമാണെന്ന് പറയുന്നവർക്ക് ഉഹദ് അവരുടെ മുഖത്തടിക്കുന്നുണ്ട്. ഉഹദിൽ വന്ന ശത്രുക്കൾ മക്കക്കാരാണ്. മക്കയിൽ നിന്ന് ഉഹദിലേക്കുള്ള ദൂരം 420 കിലോമീറ്ററാണ്. എന്നാൽ റസൂലുള്ള നിന്ന മദീനയിൽ നിന്ന് ഉഹദിലേക്കുള്ള ദൂരം 3 കിലോമീറ്ററാണ്. ഞാൻ ചോദിക്കട്ടെ, 400 കിലോമീറ്റർ സഞ്ചരിച്ച് യുദ്ധം ചെയ്ത് പുണ്യനബിയെ കൊന്നുകളയാൻ വന്ന മക്കക്കാരാണോ യുദ്ധക്കുതിയന്മാർ? തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് കരുതിയപ്പോ കേവലം 3 കിലോമീറ്റർ ഇപ്പുറത്തുള്ള തങ്ങളുടെ വീടുകൾ രക്ഷപ്പെടുത്താൻ അവരോട് യുദ്ധം ചെയ്ത പുണ്യനബിയാണോ യുദ്ധക്കുതിയൻ? ആരാ യുദ്ധക്കുതിയൻ? തന്റെ ഉള്ള മനുഷ്യന്മാരാ പറയണ്ടേ.